ശ്രീനാരായണ പരമഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമദാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം വേദാത്മികേ വിമല പൂർണ്ണ ശശാങ്കവക്രീ ഹാരാദിഭൂഷണ വിഭൂഷിത സുന്ദരാംഗി സന്താപഹാരാണി സുഭാഷിണി ബോധലീനി ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം 137 ഭാഗം. അവതരണം വിശുദ്ധഗിരി. ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠാ മഹോത്സവം നടന്നത് 4 ദിവസങ്ങളിലായിട്ടായിരുന്നു. ആ മഹോത്സവത്തിൽ അന്ന് യാത്രാ സൗകര്യങ്ങൾ തീരെ പരിമിതമായിരുന്നിട്ട് പോലും 20,000-ൽ പരം ആളുകളാണ് പങ്കെടുത്തിരുന്നത്. വിജനമായിരുന്ന ആ പ്രദേശം പെട്ടെന്ന് ഒരു പട്ടണ പ്രദേശമായി തീർന്നുവെന്നാണ് കുമാരനാശാൻ പറഞ്ഞിട്ടുള്ളത്. മലവെള്ളം പോലെ വന്നുകൂടിയ ജനപ്രവാഹത്താൽ ശിവഗിരി കുന്നുകളും പരിസര പ്രദേശങ്ങളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിവിശാലമായൊരു പന്തൽ ശിവഗിരി കുന്നിന് മേൽ കെട്ടിയുണ്ടാക്കിയിരുന്നു. പല വർണ്ണങ്ങളിലുള്ള മുത്തുകുടകളുടെ നീണ്ട നിരകളും കാറ്റിൽ ഇളകിയാടി നിൽക്കുന്ന അനേകം ധർമ്മ പതാകകളും ആ കുന്നുകളെ ഒരു പൂന്തോട്ടം പോലെ മനോഹരമാക്കിയിരുന്ന കാഴ്ചകളായിരുന്നു. ശിവഗിരിയുടെ അടിവാരത്തുള്ള പാടത്തിനിരുപുറങ്ങളിലും നിരവധി കടകൾ ഉണ്ടായിരുന്നു. തോട്ടിൽ അണകെട്ടിത്തിരിച്ചിരുന്ന കൊച്ചു കൊച്ചു കുളങ്ങളിലും ഓവുകളിലും ജനങ്ങൾ ഇടമുറിയാതെ സ്നാനം ചെയ്തുകൊണ്ടിരുന്നു. വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് കൂട്ടം കൂട്ടമായി കുന്നുകളിലൂടെ നീങ്ങുന്ന ജനങ്ങളെ ദൂരെ നിന്ന് നോക്കിയാൽ പശ്ചിമഘട്ടത്തിലെ ശരത്കാല മേഘങ്ങളുടെ പോക്കുവരവ് പോലെ തോന്നിക്കുമായിരുന്നു. മലയുടെ മേൽഭാഗത്തു നിന്നും താഴോട്ടിറങ്ങി വന്നുകൊണ്ടിരുന്ന ജനപ്രവാഹത്തെ കണ്ടാൽ അതൊരു വെള്ളച്ചാട്ടത്തിന്റെ വശ്യമനോഹരമായ ദൃശ്യമായി ആരും സങ്കൽപ്പിച്ചു പോകുമായിരുന്നു. കുന്നിൻപുറങ്ങളിൽ കത്തിക്കൊണ്ടിരുന്ന അനേകം കിഡ്സൺ ലാമ്പുകൾ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്ന ആകാശമണ്ഡലത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. പ്രതിഷ്ഠാ മഹോത്സവങ്ങൾക്കൊപ്പം SNDP യോഗത്തിന്റെ 9ാമത് വാർഷികവും അന്ന് അവിടെ നടന്നിരുന്നു. ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്ന കൃഷ്ണൻ വക്കീൽ അഥവാ മിതവാദി കൃഷ്ണൻ വികാരഭരിതനായി ഇപ്രകാരം പറഞ്ഞു: ഈ സ്ഥാപനം നമ്മുടെ
ഭാവി ശ്രേയസിനുള്ള ശൃംഗേരിയായും ഇവിടെയും എവിടെയുമുള്ള നമ്മുടെ സ്വജനങ്ങൾ ജീവിതത്തിനും ജ്ഞാനത്തിനും പരസ്പര സ്നേഹത്തിനും ആവശ്യമായ വിവിധ വൃത്തികൾക്ക് വേണ്ടുന്ന ഈശ്വര അനുഗ്രഹത്തിനും ഉത്കണ്ഠയോടുകൂടി അന്വേഷിച്ചെത്തുന്ന വിശുദ്ധഗിരിയായും ഭവിക്കുന്നതാണ്. ഈ ശാരദാ പ്രതിഷ്ഠയുടെ യഥാർത്ഥ ഗുണം കണ്ടറിയുന്നത് ഇനി വരാനുള്ള തലമുറകളായിരിക്കും. ഗുരുദേവന്റെ മഹിതമായ ദർശനവും മാഹാത്മ്യവും ലോക സംഗ്രഹാർത്ഥം നടത്തിയ കർമ്മങ്ങളും സകലമാന ജനങ്ങളുടെയും ഹൃദയത്തിൽ പ്രകാശവത്തായി നിലകൊള്ളുന്നതിന് ശാരദാ പ്രതിഷ്ഠയും ശാരദാ സങ്കല്പവും അങ്ങനെ ഹേതുവായി ഭവിച്ചു. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം വിശുദ്ധഗിരി അവതരണം ഗുരു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.